യാക്കോബായ സഭയെ ഇനി ജോസഫ് മോർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത നയിക്കും. പ്രഖ്യാപനം പാത്രിയാർക്കീസ് ബാവയുടേതാണ്. പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് മലയക്കുരിശ് ദയറയിലെ കുർബാനയ്ക്കിടെയായിരുന്നു. ജോസഫ് മോർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്തയെ കാതോലിക്കയായി ഉടൻ തന്നെ വാഴിക്കും. റിപ്പോർട്ട് ബ്രേക്കിംഗ്. ലേബി സജീന്ദ്രൻ ഈ ബ്രേക്കിംഗ് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ലേബി, എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത്? എപ്പോഴാകും ഈ വാഴിക്കൽ ചടങ്ങ്? സ്മൃതി, ഈ സുപ്രധാന പ്രഖ്യാപനം ഇപ്പോൾ പാത്രിയാർക്കീസ് ബാവയുടേതായിട്ടാണ് വന്നിരിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് ഇതിന്റെ ഔദ്യോഗികമായ അന്തിമമായ പ്രഖ്യാപനം നടത്തേണ്ടയാളും. ഇത് നേരത്തെ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്. കാരണം ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവ കാലം ചെയ്ത സമയത്ത് അദ്ദേഹത്തിന്റെ കബറടക്കത്തിന് തൊട്ടു മുമ്പ് അദ്ദേഹത്തിന്റെ വിൽപത്രം പുത്തൻകുരിശിൽ വായിക്കുകയുണ്ടായി. ആ വിൽപത്രത്തിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട് തന്റെ പിൻഗാമിയായി ഇപ്പോൾ മലങ്കര മെത്രാപ്പൊലീത്തയും അതുപോലെ തന്നെ എപ്പിസ്കോപ്പൽ സുനഹദോസിന്റെ പ്രസിഡന്റുമായ ജോസഫ് മോർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്തയെ തന്നെ തന്റെ പിൻഗാമിയായി നിയോഗിക്കണമെന്നുള്ള വിൽപത്രമുണ്ടായിരുന്നു. വിൽപത്രത്തിൽ കൃത്യമായി അദ്ദേഹത്തിന്റെ ആഗ്രഹം രേഖപ്പെടുത്തുകയും ചെയ്തതാണ്. എന്നാൽ അതിന് ഔദ്യോഗികമായ പ്രഖ്യാപനത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു. ആ ഔദ്യോഗികമായ പ്രഖ്യാപനം യഥാർത്ഥത്തിൽ നടത്തേണ്ടത് പാത്രിയാർക്കീസ് ബാവ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഏറ്റവും സുപ്രധാനമായ, സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ പ്രഖ്യാപനം ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇന്ന് മലയക്കുരിശ് ദയറയിൽ കുർബാനയ്ക്കിടെയാണ് ഏറ്റവും സുപ്രധാനമായ ഈ പ്രഖ്യാപനം പാത്രിയാർക്കീസ് ബാവ നടത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ജോസഫ് മോർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്തയുടെ കാതോലിക്കയായി വാഴ്ത്തപ്പെടുന്ന ചടങ്ങ് ഒട്ടും വൈകാതെ തന്നെ ഉണ്ടാകും. ഇന്ന് 3:30 പാത്രിയാർക്കീസ് ബാവ മുഴുവൻ മെത്രാപ്പൊലീത്തമാരെയും കാണുന്നുണ്ട്. അത് ഫലത്തിൽ സുനഹദോസ് തന്നെയാണ്. ഇപ്പോൾ ഇന്ന് പരിശുദ്ധ ബാവ പറഞ്ഞിരിക്കുന്നതും ഈ പ്രകാരം തന്നെയാണ്. അതായത് സഭാ സമിതികളുടെയും അതുപോലെ തന്നെ സുനഹദോസിന്റെയും ഒരു തീരുമാനപ്രകാരം ആ വാഴിക്കൽ ചടങ്ങ് ഉടനെ ഉണ്ടാകും. അതായത് ഇനി വാഴിക്കൽ ചടങ്ങ് എന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ. പുതിയ കാതോലിക്കയായി, യാക്കോബായ സഭയുടെ കാതോലിക്കയായി ഡോക്ടർ ജോസഫ് മോർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത ഉടൻ തന്നെ അഭിഷിക്തനാകും എന്നുള്ള വളരെ സുപ്രധാനമായ കാര്യമാണ് ഇന്ന് പാത്രിയാർക്കീസ് ബാവ പ്രഖ്യാപനമായി തന്നെ നടത്തിയിരിക്കുന്നത് കുർബാനയ്ക്കിടെ. സ്മൃതി, ഇപ്പോൾ ജോസഫ് മോർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത കാതോലിക്ക ബാവയായി എത്തുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് കൂടി കുറച്ച് കാര്യങ്ങൾ. ഇനിയിപ്പോൾ സഭാ തർക്കങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട നിർണായകമായ തീരുമാനങ്ങൾ എടുക്കേണ്ട വ്യക്തി കൂടിയായി അദ്ദേഹം മാറുകയാണ്. സഭാ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള ഒരു സന്നദ്ധത ഇരുഭാഗത്തു നിന്നും പ്രതികരണങ്ങൾ വന്നു കഴിഞ്ഞൊരു സാഹചര്യം കൂടിയാണല്ലോ. സ്മൃതി, ഡോക്ടർ ജോസഫ് മോർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത എന്നും കേരളത്തിലെ യാക്കോബായ സഭയിലെ രണ്ടാമനായി തന്നെ നിൽക്കുന്ന ആളായിരുന്നു. ശ്രേഷ്ഠ കാതോലിക്ക ബാവ ഉള്ള സമയത്തും ശ്രേഷ്ഠ ബാവയുടെ സമയത്തും വളരെ സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുന്നയാളും അതിൽ നിർണായകമായ പങ്ക് സഭയ്ക്കുള്ളിലെ പ്രശ്നങ്ങളും പുറത്തെ പ്രശ്നങ്ങളും എല്ലാം പരിഹരിക്കുന്നതിൽ എടുത്തിട്ടുള്ളയാളുമാണ് ഡോക്ടർ ജോസഫ് മോർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത. അതുകൊണ്ട് തന്നെ ശ്രേഷ്ഠ ബാവ കാലം ചെയ്ത സമയത്ത് രണ്ടാമതൊരാളെ കുറിച്ച് ആ സമയത്ത് ഒരു ആലോചന പോലും സത്യത്തിൽ സഭയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നില്ല. ആ ഒരു സഭയുടെ മുഴുവനായുള്ളൊരു വികാരം പ്രതിഫലിക്കുന്ന രീതിയിൽ തന്നെയാണ് ശ്രേഷ്ഠ ബാവയുടെ വിൽപത്രത്തിലും ഉണ്ടായിരുന്നത്. തന്റെ പിൻഗാമിയായി ഡോക്ടർ ജോസഫ് മോർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത തന്നെ അഭിഷിക്തനാകണം എന്നുള്ള കാര്യമാണ് വിൽപത്രത്തിൽ രേഖപ്പെടുത്തിയിരുന്നത്. ഡോക്ടർ ജോസഫ് മോർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്തയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം സഭയുടെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ സഭയുടെ ശ്രേഷ്ഠ ബാവ ഉള്ള സമയത്തും വളരെ കൃത്യമായ നിർണായകമായ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ആളാണ്. അതിന് കാര്യപ്രാപ്തി ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം എപ്പിസ്കോപ്പൽ സുനഹദോസ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് പോലും അദ്ദേഹം തന്നെയായിരുന്നു സഭയുടെ എല്ലാ നിർണായക തീരുമാനങ്ങൾക്കും ചുക്കാൻ പിടിച്ചിരുന്നത്. അദ്ദേഹം കാതോലിക്ക ബാവയായി അവരോധിക്കപ്പെടുന്നതോടുകൂടി തീർച്ചയായും കുറച്ചുകൂടി സ്ട്രൈറ്റ് ആയി അദ്ദേഹത്തിന് കാര്യങ്ങളിൽ ഇടപെടാൻ സാധിക്കും. ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു നിർണായക പ്രഖ്യാപനവും വന്നിട്ടുണ്ട്. ഇപ്പോൾ യാക്കോബായ സഭ, ഓർത്തഡോക്സ് സഭ നേരത്തെ തന്നെ അനുരഞ്ജനത്തിനുള്ള, അനുനയത്തിനുള്ള ഒരു മാർഗങ്ങളൊക്കെ മുന്നോട്ട് വച്ചിരുന്നു, അല്ലെങ്കിൽ അതിനുള്ള ഒരു സാധ്യതകളൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു. അതിനെ സ്വീകരിച്ചുകൊണ്ടുള്ള വളരെ സുപ്രധാനമായ പ്രഖ്യാപനം ഇന്നലെ ഡോക്ടർ ജോസഫ് മോർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത നടത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് സഭയെ സംബന്ധിച്ചിടത്തോളം, സ്മൃതി അറിയാമല്ലോ, ഏറ്റവും സുപ്രധാനമായ ഒരു ഘട്ടത്തിലൂടെയാണ് യാക്കോബായ സഭ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കോടതി വിധി വന്നിരിക്കുന്നു. നിരവധി പള്ളികളിൽ തർക്കം നിലനിൽക്കുന്നു. ഈ സമയത്തൊക്കെ വളരെ നിർണായകമായ തീരുമാനങ്ങൾ സഭയ്ക്കുള്ളിൽ നിന്ന് എടുക്കേണ്ട സമയമാണ്. തീർച്ചയായും അതിന് പ്രാപ്തനായ ആൾ തന്നെയാണ് ഡോക്ടർ ജോസഫ് മോർ ഗ്രിഗോറിയോസ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ലേബി സജീന്ദ്രനാണ് വാർത്ത ബ്രേക്ക് ചെയ്തിരിക്കുന്നത്.